അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഈ ബ്രേക്ക് എന്താണ്, കണ്ടിന്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച്, അതുപോലെ തന്നെ ലൂപ്പ് പഠിച്ച്, ഇഫ് കണ്ടീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച്. ഇനി പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, കഴിഞ്ഞ നമ്മൾ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു എന്താണ് വേരിയബിൾസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഡാറ്റ ടൈപ്പ്, അതുപോലെ വേരിയബിൾസ്, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പോൾ അത് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എന്താ ചെയ്തത്, ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ ഇൻറ്റ്, ഇപ്പോൾ ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റ് എന്താണ് വേരിയബിൾ നെയിം കഴിഞ്ഞിട്ട് എന്താണ് വാല്യൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തിരുന്നത് അല്ലേ. പക്ഷേ നമുക്കിപ്പോൾ ഒരു വേരിയബിൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എ അസൈൻ 10 എന്നുള്ള വാല്യൂ ഞാൻ അസൈൻ ചെയ്തു. എനിക്ക് ആ എ തന്നെ ഒരു വാല്യൂ കൂടി ആഡ് ചെയ്യണം, 20 എന്നുള്ള വാല്യൂ കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാറില്ല അല്ലേ. നമ്മളെന്താ പറഞ്ഞത്, ആദ്യത്തെ വീഡിയോയിൽ ഒരു വേരിയബിളും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഡാറ്റ ടൈപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ക്യാറ്റിൻ്റെ കൂടിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. ആ ക്യാറ്റിൻ്റെ കൂടിനെ നിങ്ങൾ സങ്കല്പിക്കുക. ഇപ്പോൾ ഒരു ക്യാറ്റിൻ്റെ കൂടുണ്ട്, അതിൽ ഒരു ക്യാറ്റിനെ പോവുള്ളൂ. പക്ഷേ എൻ്റെ അടുത്ത് 2 ക്യാറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒന്ന് നമ്മൾ എന്ത് ചെയ്യും, ആ ക്യാറ്റിൻ്റെ കൂടിൻ്റെ ഒന്നിച്ച് തന്നെ അതൊന്ന് റീബിൽഡ് ചെയ്യും. അതായത് ഒന്നും കൂടി വലുതാക്കാൻ നിങ്ങൾ ശ്രമിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, 2 ഇടും. പിന്നെ മൂന്നാമത്തെ ഒന്നും കൂടി വന്നാൽ വീണ്ടും വലുതാക്കും. അങ്ങനെ ഒരു കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ പൂച്ചനെ ഇടാൻ നിങ്ങൾ ശ്രമിക്കും അല്ലേ. അതേ കൺസെപ്റ്റാണ് ഇനി. ഇപ്പോൾ നമുക്കെന്താ വെച്ചാൽ, ഒരു വേരിയബിൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇൻറ്റ് എ അസൈൻ 10 എന്നുള്ള വാല്യൂ ഉണ്ട് അല്ലേ. അപ്പോൾ എയുടെ വാല്യൂ ശരിക്കും എന്തായിരിക്കും, 10 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ 10 എന്നുള്ളത് എനിക്ക് ഒരു വാല്യൂ കൂടി ആഡ് ചെയ്യണം, 10 പിന്നെയും വേറെ ഒരു 20 എന്നുള്ളതും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ? നമുക്കിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റൂല. ഇത് തെറ്റാണ് ശരിക്കും അല്ലേ, ഇത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ചെയ്യാൻ പറ്റും. നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻറ്റ് എ എന്ന് പറഞ്ഞ പോലെ എ ബി സി ഡി എന്ന്. പക്ഷേ എ എന്നുള്ള വേരിയബിൾ തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യാൻ ഇതിൽ പറ്റൂല. പക്ഷെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്, അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അറേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എന്താണ് അറേ, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, അറേയിലേക്ക് എന്ത് ചെയ്യാം, കടക്കാം. അപ്പോൾ അറേൻ്റെ കൺസെപ്റ്റാണ്. അറേൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഒരു വേരിയബിൾ നെയിം ഉണ്ടാവുള്ളൂ, പക്ഷെ മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടാവും. പക്ഷെ അതിന് എന്തുണ്ടാവും, ഡാറ്റ ടൈപ്പ് ഉണ്ടാവും. ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കണ്ടാൽ മതി. ഓക്കെ, ഇതൊരു കണ്ടിന്യൂസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം പോലെ. ഇതൊരു ചെയിൻ പോലെയാണ്, ഈ കണ്ടിന്യൂ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അത് കണ്ടതിന് ശേഷം മാത്രം കാണാം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഇതെന്താണെന്ന് വെച്ചാൽ, ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. ആ ഡാറ്റ ടൈപ്പിന് ഒരു വേരിയബിൾ നെയിം ഉണ്ട്. ആ വേരിയബിൾ നെയിമിന് മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും അറേ. അറേന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നമ്മളെ കബോർഡ് അതുപോലെ തന്നെ ഷെൽഫൊക്കെ അല്ലേ. മീൻസ് ഇപ്പോൾ ഓരോരുത്തർക്കും, ഓരോ ക്യാബിനിൽ ഇരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ എന്തുണ്ടാവും, സ്റ്റോർ ചെയ്യാൻ ഓരോ കബോർഡ് ഉണ്ടാവും അല്ലേ. അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ചില ഓഫീസിലൊക്കെ പോയാൽ അട്ടിക്ക് ഇങ്ങനെ തൊട്ടിട്ട് അടുത്ത് വെച്ചിട്ടുണ്ടാവും. ആ രീതിയിലാണ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതിനൊക്കെ ഓരോ പൊസിഷനും ഉണ്ടാവും അല്ലേ. നമ്മൾ ആദ്യത്തെ പൊസിഷൻ, രണ്ടാമത്തെ കബോർഡ്, മൂന്നാമത്തെ കബോർഡ് എന്ന് പറയൂലേ, അതുപോലെ ഇതിനും എന്തുണ്ട്, പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു ഇൻറ്റീജർ, അതിൽ ഡാറ്റ ടൈപ്പ് ഒരു ഇൻറ്റീജർ ആണെങ്കിൽ, ഒരു നമ്പർ ആണെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വേരിയബിളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 10, 20, 30, 40, 50 എന്നുള്ള ഇത്രയും വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം ഒരു വേരിയബിൾ നെയിമിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ അറേ ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വേരിയബിൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ഇത് 10, 20, 30, 40, 50 എന്നുള്ളത് എന്താണ്, അതൊരു ഇൻറ്റീജറാണ്, അത് നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അത് ഇൻറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ എന്താ വെച്ചാൽ സ്ട്രിങ് ആണ്. സ്ട്രിങ് എന്തൊരു ഡാറ്റ ടൈപ്പാണ്. ആ ഡാറ്റ ടൈപ്പും എന്താണ്, നമുക്ക് നമ്പേഴ്സാണ്. ഇപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ പേരൊക്കെ ഇപ്പോൾ വെസ്ലൻ മൾട്ടിപ്പിൾ കമ്പനീസിനെ നെയിം, ഗൂഗിൾ, ആമസോൺ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് അതും ആഡ് ചെയ്തിട്ട് അതിനെയും സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും, സ്ട്രിങ് എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് എന്ത് കൺസെപ്റ്റ്. വാല്യൂസിന് മാത്രമാണ് ചേഞ്ച്, ബാക്കിയുള്ളതൊക്കെ സെയിം ആയിരിക്കും. അതെങ്ങനെയാണെന്നുള്ളത് എക്സാമ്പിൾ നമ്മൾക്കിപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു 10, 20, 30, 40, 50 എന്നുള്ള സ്റ്റോർ ചെയ്യണം ഒറ്റ വാല്യൂ. അതെന്താ ചെയ്യുക, അതിന് വേണ്ടി നമ്മൾ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം.
ഡാറ്റ ടൈപ്പ് എന്ത് ഇൻറ്റ് എന്നുള്ളത് കാരണം എന്താ 10 20 30 40 എന്നുള്ളത് നമ്പറല്ലേ, ആ നമ്പർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇൻറ്റ് എന്ന് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു അറേ ഉണ്ടാക്കുക ഇതുപോലെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അറേ ആണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ. കാരണം നമ്മൾ ഇപ്പോൾ ഒരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്തെങ്കിൽ ഇൻറ്റ് എ അസൈൻ 10 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇതിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് മൾട്ടിപ്പിൾ വാല്യൂസ് ആണ്, അപ്പോൾ ഇത് അറേ ആണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു അറേ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ എന്താണ് വേരിയബിൾ നെയിം, ആ വേരിയബിൾ നെയിമാണ് ഞാൻ തൽക്കാലം അറേക്ക് എന്തായിരുന്നു ARR എന്ന് കൊടുക്കുന്നു. ഓക്കെ, ARR എന്ന്, അറേൻ്റെ ഫുൾ ഇതാണ് ഷോർട്ട് ഫോമാണ്, ARR ഞാൻ കൊടുത്തത്, അറേന്ന് കൊടുത്തു. ഇനി എങ്ങനെയാണ് വാല്യൂ നമ്മൾ അസൈൻ ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇനിഷ്യലൈസേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എത്ര മൾട്ടിപ്പിൾ വാല്യൂസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതിനു വേണ്ടി എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റ് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം 1 2 3 4 5 എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്തു. അപ്പോൾ എന്തായി, ഇൻറ്റ് എന്നുള്ള, അതായത് ഇൻറ്റ് എന്ന് എന്തിനാണ് കൊടുത്തത്, ഇവിടെ എന്താ ചെയ്തിട്ടുണ്ട്, നമ്പർ ആയതുകൊണ്ട്. ഇത് നേരെ മറിച്ച് സ്ട്രിങ് ആണെങ്കിൽ ഇത് കൊടുത്ത് എന്ത് ചെയ്യും, എറർ ത്രോ ചെയ്യും. കാരണം എന്താ, ഇത് നമ്പറാണ് എന്നുള്ളത്. അപ്പോൾ സ്ട്രിങ് നാക്കി കൊടുക്കുക. സ്ട്രിങ് ആകുമ്പോൾ ഇൻറ്റ് നമ്മൾ ഇൻറ്റ് നാക്കി കൊടുക്കുക. അത് ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ, അത് നിങ്ങൾ ചിന്തിക്കുക. പിന്നെ എന്താണ്, സിൻടാക്സും കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം എന്താ, നമുക്ക് ഈ അറേൻ്റെ ബ്രാക്കറ്റ്, അതായത് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും. ഇവിടെ ആണെങ്കിൽ കേർലി ബ്രാക്കറ്റാണ് കൊടുക്കേണ്ടത്. മറ്റേതാണെങ്കിൽ കേർലി ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. നേരെ എന്ത് ചെയ്യുക, ഒരു വാല്യൂ അസൈൻ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യം ചെയ്ത് കൊടുക്കേണ്ടി വരും ജാവയിൽ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് ഇൻറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ക്ലോസിങ്, പിന്നെ അറേൻ്റെ അതായത് വേരിയബിളിൻ്റെ നെയിം അസൈൻ, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ, പിന്നെ വാല്യൂസ് 1 2 3 4 5, പിന്നെ അറേ കേർലി ബ്രാക്കറ്റ് ക്ലോസിങ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എന്തായി, ഇനീഷ്യലൈസേഷനുമായി ഡിക്ലറേഷനും നടന്നു. അത് മനസ്സിലായോ? ഓക്കെ, ഇനി ഞാൻ പറഞ്ഞിരുന്നു ഇതിന് ഓരോന്നിനും ഓരോ പൊസിഷൻ ഉണ്ട് എന്നുള്ളത്, അല്ലേ? അതല്ല ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ മുന്നിൽ, അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കബോർഡ് ഉണ്ട്. അപ്പോൾ എന്താ, കബോർഡിൽ ഇപ്പോൾ ഒരു ഓഫീസിൽ കയറി കഴിഞ്ഞാൽ തന്നെ കബോർഡ് കാണുമ്പോൾ ഒന്നാമത്തെ കബോർഡ്, രണ്ടാമത്തെ കബോർഡ്, മൂന്നാമത്തെ, വീട്ടിലുണ്ടാകുമ്പോൾ വീട്ടുകാരോ അങ്ങനെ തന്നെ പറയാം, എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ കബോർഡിൽ നോക്കിയാൽ മതി എന്ന്. അതുപോലെ ഇതിന് എന്തുണ്ട്, ഓരോ പൊസിഷൻ ഉണ്ട്. 1 2 3 4 5 എന്നുള്ള ഓരോ പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ ഈ 1ൻ്റെ പൊസിഷനാണ് നമ്മൾ കണക്കൂട്ടുക. എന്തായിരിക്കും, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ 1 എന്ന്? അല്ല, അറേ എപ്പോഴും പൊസിഷൻ തുടങ്ങുന്നത് 0 മുതലാണ് തുടങ്ങുന്നത്. മനസ്സിലാവും? 0 ഇൻഡെക്സ് മുതലാണ് ഇത് തുടങ്ങുന്നത്, 1 എന്നുള്ള ഇൻഡെക്സ് മുതലല്ല. നോർമലി നമ്മൾ എന്തെടുത്ത് കഴിഞ്ഞാലും 1 2 3 എന്നാണ് കണക്കൂട്ടുന്നത്. പക്ഷേ അറേൻ്റെ കേസിൽ അതല്ല. അറേൻ്റെ കേസിൽ അത് ഇൻഡെക്സ് തുടങ്ങുന്നത് 0th പൊസിഷനിൽ മുതലാണ് അത് തുടങ്ങുന്നത്. ആ മനസ്സിലായോ? ഇപ്പോൾ രണ്ടാമത്തെ ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ വാല്യൂ എന്താ നോക്കുക, അത് 1 ആണ്. അപ്പോൾ ഒരു 2 അല്ലേ എന്ന് ചിന്തിക്കേണ്ട, 2 എന്നുള്ള വാല്യൂ ആണ്. പക്ഷെ എന്താണ്, ഒന്നാമത്തെ പൊസിഷനിലാണ് എന്ത് 2 എന്നുള്ളത്. അപ്പോൾ 3 ഉള്ളതോ, 3ൻ്റെ പൊസിഷൻ എന്ന് വെച്ചാൽ 2 ആണ്. 4ൻ്റെതോ 3 ആണ്. 5ൻ്റെതോ 4 ആണ്. മനസ്സിലായോ? 0 1 2 3 4 എന്നാണ് അറേൻ്റെ പൊസിഷൻ വരിക. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അറേക്ക് വാല്യൂസിൻ്റെ വാല്യൂസ് എന്താണ് 1 2 3 4 5 ആണെങ്കിലും അതിൻ്റെ പൊസിഷൻ തുടങ്ങുന്നത് 0 1 2 3 4 എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ കാര്യം മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ അറേനെ ആക്സസ് ചെയ്താൽ, ഈ ARR എന്നുള്ള അറേനെ ആക്സസ് ചെയ്താൽ നമുക്ക് എന്തുണ്ട്, 1 2 3 4 5 എന്നുള്ള എന്ത് കിട്ടും, വാല്യൂസ് കിട്ടും, അല്ലേ? ആ വാല്യൂസിൽ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ 1 2 3 4 5 എന്നുള്ള മൊത്തത്തിലാണ് കിട്ടുക. എനിക്ക് 1 എന്നുള്ള വാല്യൂ മാത്രം എടുക്കണം. അതല്ലെങ്കിൽ 0th പൊസിഷനിലുള്ള ഒരു വാല്യൂനാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ എനിക്ക് 4th പൊസിഷനിൽ ഏതാ ഉള്ളത്, 5. അപ്പോൾ 5 എന്നുള്ളത് മാത്രം കിട്ടണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ARR എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മൊത്തം അറേ നമുക്ക് കിട്ടി. എനിക്ക് ഈ 5 മാത്രം പ്രിൻ്റ് ചെയ്ത് കാണിച്ചാൽ മതി, ഇല്ലെങ്കിൽ ആക്സസ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇവിടെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് അറേൻ്റെ പൊസിഷൻ ഏതാണോ, ഇപ്പോൾ 5 ആണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 5ൻ്റെ പൊസിഷൻ ഏതാ, 4 അല്ലേ? ഇനി നിങ്ങൾക്ക് 4 ആണ് കിട്ടേണ്ടതുണ്ടെങ്കിൽ 4ൻ്റെ പൊസിഷൻ ഏതാ, 3 ഇൻഡെക്സ് വാല്യൂ എന്നാണ് പറയുക. അപ്പോൾ 3ൻ്റെ ഇൻഡെക്സ് വാല്യൂ ഏതാ, 2. 2ൻ്റെ ഇൻഡെക്സ് വാല്യൂ 1. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് 1 എന്ന് കൊടുത്തു. ഓക്കെ, 1 ആണ് കൊടുത്തത്. ഇപ്പോൾ ഏതാ കിട്ടുക,
കിട്ടുന്നത് 1 എന്നുള്ളത്, അത് 0 1 എന്നുള്ള 2 ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ആക്സസ് ആയി കിട്ടുന്നത്. അത് മനസ്സിലായോ? ഇതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റിൽ ARR കൊടുത്തു, എന്നിട്ട് 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പ്രിൻ്റ് ആവുക? അത് നിങ്ങൾ ചിന്തിച്ച് നോക്കി. നമ്മൾ 0th പൊസിഷനിൽ ഏതാണുള്ള ആ കാര്യമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് പ്രിൻ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് മാത്രം പ്രിൻ്റ് ചെയ്യും, ഇതൊന്നും എടുക്കൂല. ഇനി വീണ്ടും ഞാൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റിൽ ARR 1 എന്നുള്ളതാണ് കൊടുത്തത്. 1 ആണ് ഇത്, 1 എന്നുള്ളതാണ് കൊടുത്തതെങ്കിൽ എന്താ പ്രിൻ്റ് ചെയ്യുക നോക്കി? ഇൻഡെക്സ് വാല്യൂ 1 ആണ്, 2 എന്ന് പ്രിൻ്റ് ചെയ്യും. ഇനി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റിൽ ARR സ്ക്വയർ ബ്രാക്കറ്റിൽ ഞാൻ 4 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏതാ പ്രിൻ്റ് ചെയ്യുക ഒന്ന് ചിന്തിച്ച് നോക്കിയേ. 4th പൊസിഷനിൽ ഏതാണോ അതാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അത് ഇതാ 5 ആണ്. അപ്പോൾ 5 എന്നുള്ളത് പ്രിൻ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ അറേ എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, ഈ കാര്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അറേ ഒന്ന് ഡിക്ലെയർ ചെയ്തിട്ട് അതുപോലെ തന്നെ അതിനെ ഇനീഷ്യലൈസേഷൻ ചെയ്തിട്ട് ഓരോന്നിനും നമുക്ക് ആക്സസ് ചെയ്ത് നോക്കാം. അത് കിട്ടുന്നുണ്ടോ, ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് നോക്കിയിട്ട് പിന്നെ നമ്മൾ അറേ കൺസെപ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അറേ എന്താണ് കാര്യങ്ങളൊക്കെ നമ്മൾ ബോർഡിൽ എന്ത് ചെയ്ത് നല്ല രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അറേ എന്താണെന്ന് മനസ്സിലായിട്ടും വീണ്ടും എന്ത് ചെയ്യുക റിവൈസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒറ്റയടിക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ഒന്നും നടക്കില്ല. എല്ലാ കാര്യം അങ്ങനെ തന്നെ. പഠിക്കുമ്പോൾ ചില റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക അത് ഓർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യാൻ നിന്നാൽ, അതായത് നമുക്ക് പറ്റൂല എന്ന് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ മുന്നോട്ട് പോകാൻ പറ്റൂല. അറിയാത്ത കേസ് നിങ്ങൾ റിവൈസ് ചെയ്ത് കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാവും. ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക, ചെറുതായിട്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചുരുക്കി നിങ്ങൾ ബേസിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും നിങ്ങൾ സ്കില്ലിന് തന്നെ നിങ്ങൾ പുഷ് ചെയ്ത് കൊടുത്ത പോലെ ആവും. അപ്പോൾ എന്ത് ചെയ്യും ആ സ്കില്ല് ഡെവലപ്പ് ആവും. അപ്പോൾ എന്ത് ചെയ്യും ഇപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷനൊക്കെ തോന്നും. അപ്പോൾ ഒന്നും കൂടി നിർത്തുക, വീണ്ടും റിവൈസ് ചെയ്യുക, ഒരു നോട്ടും പെന്നെടുക്കുക, എന്താണ് പറയുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കബോർഡിൻ്റെ എക്സാമ്പിൾസൊക്കെ പറഞ്ഞു. അപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുക ഒരു വേരിയബിളിൽ മൾട്ടിപ്പിൾ വാല്യൂസാണ് നമ്മൾ ആഡ് ചെയ്ത് അറിയുന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് വേരിയബിൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ആദ്യത്തെ വീഡിയോ പോയി കാണാം. ആദ്യത്തെ വീഡിയോയിൽ എന്തുണ്ട് ഈ വേരിയബിൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോൾ വേരിയബിൾ എന്നൊക്കെ പറയുമ്പോൾ ആകെ കൺഫ്യൂഷനായി മാറുന്നത്. അപ്പോൾ അത് നിർത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യത്തെ വീഡിയോ കാണാം, എന്നിട്ട് അത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതായത് ഒരു വീഡിയോ കഴിഞ്ഞ ഉടനെ നിങ്ങളത് ചിന്തിക്കണം, എന്താണ് ഞാൻ പഠിച്ചത്, ഇന്നെന്താ പഠിച്ചത്, ഇല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ എന്താ പഠിച്ചത്, വേരിയബിൾ, പിന്നെ ഡാറ്റ ടൈപ്പ്, പിന്നെ അസൈനേഷൻ, ഡിക്ലറേഷൻ ആണ് നാം പഠിച്ചത് നിങ്ങൾ തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നോട്ടിൽ എഴുതി വെക്കാം. എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലാണെങ്കിൽ വീണ്ടും ആ വീഡിയോ എടുത്ത് കാണാം. അപ്പോൾ ഇതാണ് വേരിയബിൾ എന്നുള്ളത് നല്ല രീതിയിൽ പറയുമ്പോൾ അപ്പോൾ ഇതാണ് വേരിയബിൾ എന്നുള്ള രീതി നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലാത്ത കേസിൽ അയ്യോ ഞാൻ അത്ര നോക്കിയിട്ടും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇരുന്നത് തന്നെ എന്ത് ചെയ്യും ബാക്കിയാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് റിവൈസ് ചെയ്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ നോക്കാം അതൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അറേ എന്താണെന്നുള്ളത് ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ, നമുക്കത് എന്ത് ചെയ്യാം ഒരു വട്ടം ചെയ്ത് നോക്കാം. അതിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ VS കോഡ് ഓപ്പൺ ചെയ്യാം. ഓക്കെ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എന്താണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിന് ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നുണ്ട് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ ചെയ്യല്ലേ, ഞാൻ ഇവിടെ കാണിച്ചു തന്ന പോലെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഫയൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇവിടെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇതിലിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ ചെയ്തു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ സാമ്പിൾ ജാവ എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഓരോ ഫയലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് VS കോഡിൽ എടുത്ത് എന്ത് ചെയ്യാം പിന്നീട് വേണമെങ്കിലും നിങ്ങൾക്ക് കോഡ് ചെയ്താൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫയലിന് സേവ് ചെയ്ത് വെക്കലാണ്. ഓക്കെ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് അറേ എന്നുള്ളത് ഒരു വേരിയബിൾ നെയിമിൽ മൾട്ടിപ്പിൾ വാല്യൂസ് ആണ് ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ബോർഡിൽ പറഞ്ഞു അല്ലേ. അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇൻറ്റ് കൊടുക്കുക. ഇൻറ്റ് എന്നുള്ളത് എന്താണ് ഇൻറ്റീജറിന് വേണ്ടിയാണ്. പിന്നെ എന്താണ് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി അത് അറേയാണ്. ആ സംഭവം അറേ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ എന്നിട്ട് ARR എന്ന് ഞാൻ കൊടുത്തു. പിന്നെ അസൈനേഷൻ, പിന്നെ വാല്യൂസ് ആണ്. വാല്യൂസ് കൊടുക്കാൻ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് 10 20 30 40 ഓക്കെ 50.
ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തു, സെമിക്കോളം കൊടുത്തു. പിന്നെ താഴത്ത് വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ നമുക്ക് അറിയണ്ടേ. ഞാൻ പറഞ്ഞിരുന്നു 10ൻ്റെ പൊസിഷൻ എത്രയാണ് ഇപ്പോൾ 0, 20ൻ്റെതോ 1, 13ൻ്റെതോ 2, 14ൻ്റെതോ 3, 15ൻ്റെതോ 4. അപ്പോൾ ഇത്രയും സൈസ് എത്ര, അറേൻ്റെ സൈസ് എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 1 2 3 4 5, 5 ഇൻഡെക്സ് ആണ്. അപ്പോൾ 5 ആണ് അറേൻ്റെ സൈസ്. പക്ഷേ അറേൻ്റെ ഇൻഡെക്സ് തുടങ്ങുന്നത് 0 മുതലാണ്. അപ്പോൾ എത്ര ഇൻഡെക്സ് ഉള്ളതെന്ന് ചോദിച്ചാൽ 4. ഓക്കെ, 5 സൈസ് ആണെങ്കിൽ 4 ഇൻഡെക്സ് ആണ് അതിലുണ്ടാവുക. കാരണം 0th പൊസിഷൻ മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ സിസ്റ്റം എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്ത് നോക്കാം. അറേയാണ് ARR ഓഫ് 3 എന്ന് കൊടുക്കും. 3 എന്ന് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഏതാണ് പ്രിൻ്റ് ചെയ്യുക. അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ചെക്ക് ചെയ്യണം 0, 10 എന്നുള്ള 0, 1 20 2 30 3 40. അപ്പോൾ എന്താ ഏത് പൊസിഷനിലുള്ളത്, 40 എന്നുള്ളതാണ് 3 പൊസിഷനിലുള്ളത്. അപ്പോൾ 40 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, പ്രിൻ്റായി കിട്ടണം. അതിന് വേണ്ടി എന്ത് ചെയ്യുക, ഇവിടെ പോവുക, എന്നിട്ട് ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40 എന്നുള്ള റിസൾട്ട് കിട്ടി. കണ്ടോ, ഇവിടെ കണ്ടോ റിസൾട്ട് കണ്ടോ, താഴത്ത് ആ 40 എന്നുള്ളതാണ്. ഇനി നമ്മൾ 1 എന്ന് കൊടുക്കുകയാണെങ്കിലോ 20 പ്രിൻ്റ് ചെയ്യും. കാരണം 0 1 ആണ് 20. അതൊന്നും കൂടി നോക്കാം, ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ. ഓക്കെ, അപ്പോൾ 20 കണ്ടോ. ഇനി നമ്മൾ 50 ആണ് പ്രിൻ്റ് ചെയ്യേണ്ടതെങ്കിൽ എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്, 4 പൊസിഷൻ, 4ാമത്തെ പൊസിഷനിലാണ്. കാരണം എന്താ, 10 എന്നുള്ളത് 0 ആണ്, 20 എന്നുള്ളത് 1 ആണ്, 30 എന്നുള്ളത് 2 ആണ്, 3 ആണ്, 40 എന്നുള്ളത് എത്രയാണ്, 10 എന്നുള്ളത് 0 ആണ്, 0th പൊസിഷനിൽ. 20 എന്നുള്ളതോ 1 പൊസിഷൻ. ഇനി 30 എന്നുള്ളതോ 2 പൊസിഷൻ, 40 എന്നുള്ളതോ 3 പൊസിഷൻ, 50 എന്നുള്ളത് 4th പൊസിഷൻ. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ഞാൻ ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ, നമുക്ക് എന്ത് പ്രിൻ്റ് ചെയ്യും, 50. കണ്ടോ, 50 പ്രിൻ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ പൊസിഷൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആദ്യം മനസ്സിലാക്കുക എന്താണ് അറേ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ സ്ട്രിങ്ങിൽ ചെയ്ത് നോക്കണ്ടേ. അത് സ്ട്രിങ്ങിൽ ഞാൻ ബോർഡിൽ കാണിച്ചു തന്നിട്ടില്ല, ഇതിൽ കാണിച്ചു തരാം. സ്ട്രിങ് എന്താണെന്ന് വെച്ചാൽ സ്ട്രിങ് ആഡ് ചെയ്യുക, അതേപോലെ തന്നെ ഡാറ്റ ടൈപ്പ് സ്ട്രിങ്ങിൽ മാത്രം മാറ്റി കൊടുത്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒരുപോലെയാണ്. ARR 1 എന്ന് കൊടുത്തു, ഇനി സ്പേസ് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്ട്രിങ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാണ് സ്ട്രിങ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഡബിൾ കോട്ട്സ് കൊടുത്തു. ഇവിടെ ഞാൻ കൊടുക്കുന്നു വെസ് ലോണിൽ കൊടുത്തു. ഇനി നമ്മുടെ ഹബിൻ്റെ പേര് നമ്മളിവിടെ കൊടുക്കുന്നത് വെസ് ഹബ് എന്നുള്ളത് കൊടുക്കുന്നു. ഓക്കെ, വെസ് ഹബ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലേണിംഗ് ക്ലബ്ബ് എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ള സ്ട്രിങ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ വീട്ടുകാരുടെ പേരൊക്കെ എന്ത് ചെയ്യുക, പ്രിൻ്റ് ചെയ്യുക. എന്നിട്ട് ശേഷം ഇവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ടിൻ്റെ താഴത്തായിട്ട് നമ്മൾ വീണ്ടും ഒരു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റിൽ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി എന്താ ARR 1 ആണ് കൊടുത്തതിന് ശേഷം അറേ ഓപ്പൺ ചെയ്യുക, സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പൊസിഷൻ ഞാൻ കൊടുക്കുന്നു എന്ത്, 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രിൻ്റ് ചെയ്യുക, വെസ് ഹബ് എന്നുള്ള സ്ട്രിങ് ആണ് പ്രിൻ്റ് ചെയ്യുന്നത്. അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടി ഒന്ന് ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു എറർ വന്നു. ഞാൻ വീണ്ടും പറയണം, എറർ വന്നത് എന്തുകൊണ്ടാണ്, നമുക്കിവിടെ സെമി കോളം കൊടുത്തിട്ടില്ല. എറർ വന്നപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ നമ്മുടെ ഈ വെസബ് തന്നെ പല സ്റ്റുഡൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ എറർ വന്ന ഉടനെ അവരെന്ത് ചെയ്യും, ചോദിക്കാൻ നോക്കും. അപ്പോൾ നമ്മൾ പറയും ചോദിക്കരുത്, പിന്നെ നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഇതാണ് കണ്ടെത്തി ഇങ്ങനെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരിക്കലും നിങ്ങൾ മറക്കൂല, നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്താം. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ 2 എററാണ്. ഒന്ന് എന്ത്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റിനടുത്തൊരു സെമി കോളൻ. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഈ പറഞ്ഞ സ്ട്രിങ്ങിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തപ്പോൾ, അതുപോലെ ഇനീഷ്യലൈസ് ചെയ്തപ്പോൾ അവിടെയും കൊടുക്കാൻ മറന്നിട്ടുണ്ട്, അവിടെയും കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒറ്റയടിക്ക് വന്നല്ലോ, അപ്പോൾ നിങ്ങളെല്ലാം പഠിച്ചല്ലോ? ഇല്ല, നമ്മളും ഇതേ സ്റ്റേജിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ എന്തെങ്കിലും എറർ വന്നാൽ ഇങ്ങനെ ഇതുപോലെ തിരഞ്ഞ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ സ്റ്റേജിലൊക്കെ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സെർച്ച് ചെയ്യുക, റിസർച്ച് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്താ, ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് കണ്ടോ,
50 വെസ്ഹബ് എന്നാണ് പ്രിൻ്റ് ചെയ്യുക. ഈ 50 എന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, താഴത്ത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ പഠിപ്പിച്ചേ പ്രിൻ്റ് ഇവിടെ പ്രിൻ്റ് എന്ന് കൊടുത്ത് പിന്നെയും സേവ് കൊടുത്തിട്ട് ശേഷം ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യാം. കണ്ടോ, ആദ്യത്തെ 15 പ്രിൻ്റ് ചെയ്ത് 50 ഏതാ, നമ്മൾ ആദ്യത്തെ അറേ ARR എന്ന് കൊടുത്ത് ആദ്യത്തെ അറേ 4ാമത്തെ പൊസിഷനാണ് ഇവിടെ പ്രിൻ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 50 പ്രിൻ്റ് ചെയ്തത്. പിന്നെ അടിയിൽ വന്ന് താഴത്ത് വന്നതിന് നോക്കിയതിന് ശേഷം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ARR1 2ാമത്തെ, അതായത് സ്ട്രിങ് നമ്മൾ അസൈൻ ചെയ്ത വേരിയബിൾ നെയിം വിളിച്ചിട്ട് അതിൻ്റെ പൊസിഷൻ 1ാമത്തെ പൊസിഷൻ എന്താണ്, വെസ്ലോൺ കഴിഞ്ഞ് വെസ്ഹബ് എന്നാണ്. അപ്പോൾ വെസ്ഹബ് ആണ് എന്ത് ചെയ്തത് ഇവിടെ പ്രിൻ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായി, അതും പ്രിൻ്റായി. ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇൻറ്റിജറും അതേപോലെ തന്നെ സ്ട്രിങ്ങിലും എങ്ങനെയാണ് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നതും ഡിക്ലെയർ ചെയ്യുന്നതും ഇനിഷ്യലൈസ് ചെയ്യുന്നതും അത് എങ്ങനെ കോൾ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അറേ വെച്ചിട്ട് എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടാക്കാം, എങ്ങനെയൊക്കെ വാല്യൂ മാറ്റാം എന്നുള്ളതാണ് നെക്സ്റ്റ് വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വീഡിയോസ് ഇങ്ങനെ കണ്ടൻസ് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വീണ്ടും അതന്നെ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ നിർത്താം. നെക്സ്റ്റ് വീഡിയോയിലായിട്ട് നമുക്ക് മറ്റുള്ള ഓപ്പറേഷൻസ് ആയിട്ട് കാണാം. എന്നാൽ കീപ്പ് വാച്ചിങ്.